ഈ 3 കഥാപാത്രങ്ങളുടെ അല്ലെങ്കിൽ നമ്മൾ ആ ഫോറസ്റ്റിലോട്ട് നമ്മൾ തന്നെ ഇറങ്ങി ചെല്ലുന്ന അവസ്ഥയായിരുന്നു. കാരണം അതിൽ എടുത്തു പറഞ്ഞ ഏറ്റവും വലിയ പോസിറ്റീവായി പറയേണ്ട ഒരു തിരക്കഥയാണ്. കാരണം കാണുന്ന പ്രേക്ഷകരിലേക്ക് ഒട്ടും ബോറടിപ്പിക്കാതെ അത് എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തിരക്കഥ കൊണ്ട് സാധിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ ക്ലൈമാക്സ് ഒട്ടും തന്നെ ചിന്തിക്കാതെ ഒരു ട്വിസ്റ്റിലൂടെ കൊണ്ട് ക്ലൈമാക്സ് എത്തിക്കുന്നത് എനിക്ക് തോന്നുന്നു ദൃശ്യം എന്ന് പറഞ്ഞ ചിത്രത്തിന് ശേഷം മലയാളത്തിൽ ഉപരി മലയാളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ റൈറ്റ്സ് വിറ്റ് പോകാൻ ചാൻസ് ഉള്ള ചിത്രമാണ്, അല്ലെങ്കിൽ റീമേക്ക് അവകാശം വീണ്ടെടുക്കാൻ ഉള്ള ചാൻസ് ഉള്ള ചിത്രം തന്നെയാണ് കിഷ്കിന്ധകാണ്ഡം എന്ന ചിത്രം. കാരണം ദൃശ്യം ഒരുപാട് റീമേക്കുകൾ ഏറ്റെടുത്തിരുന്നു, ഇതും അതേപോലെ തന്നെ ആയിരിക്കും. കാരണം അതിഗംഭീരമായി തന്നെയാണ് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. കാരണം നമ്മൾ എന്താ പറയുക, ഒരു ത്രില്ലർ എന്ന രീതിയിലല്ലാതെ ഒരു മിസ്റ്ററി സൈക്കോളജി ത്രില്ലർ എന്ന രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും തന്നെ നിരാശപ്പെടുത്താൻ ചാൻസ് ഇല്ല. എടുത്തു പറഞ്ഞ ആസിഫ് അലി എന്ന് പറയുന്ന നടൻ്റെ മികച്ച ഇമോഷണൽ സീനുള്ള ഗംഭീരമായ പ്രകടനം, സപ്പോർട്ടിങ്ങായി വിജയരാഘവൻ, അപർണ ബാലമുരളി, അശോക് ത്യാഗീഷ് ഗംഭീരമായ പ്രകടനം തന്നെയാണ് എടുത്ത് പറയണം. ദാൻജിത്ത് എന്ന് പറയുന്ന ഡയറക്ടറുടെ മികച്ച ഡയറക്ഷനും തിരക്കഥയും ബാൻഡ് സ്കോറും എല്ലാം ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്.